സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതെന്തൊക്കെ പറഞ്ഞാലും ഈ 100 വർഷം തികയ്ക്കുന്ന ഈ ഒരു ഘട്ടം വന്നപ്പോഴേക്ക് അതിന് വലിയൊരു ജനകീയത കൈവന്നിട്ടുണ്ട്, അതിന് വലിയ സ്വീകാര്യത കൈവന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി 12 വർഷമായി സുപ്രഭാതം ദിനപത്രം ഒരു പൊതു പത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ സമുദായത്തിന്റെ പുറത്തുള്ള ആളുകൾ പോലും സമസ്തയെ അറിയാത്ത, മുസ്ലിം സമുദായത്തെക്കുറിച്ച് അടുത്തറിയാത്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് സമസ്തയുടെ പ്രസ്താവന എവിടെ വരണം, എങ്ങനെ വരണം, ഏത് തോതിൽ വരണം, ഏത് കൊടുക്കണം കൊടുക്കണ്ട എന്നും സമസ്തയല്ല പുറത്തുള്ള ആളുകൾ തീരുമാനിച്ചിരുന്നൊരു കാലം. അപ്പം അതുകൊണ്ട് പലപ്പോഴും വെളിച്ചം കാണാതെ പോയ എത്രയോ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും. അവസാനം നമ്മുടെ ഉസ്താദുമാർ ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കണം, ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും, വിശദീകരിക്കും. അത് കേട്ട ആളുകൾ അവരുടെ മഹല്ലുകളിൽ പോയിട്ട്, സ്ഥാപനങ്ങളിൽ പോയിട്ട്, പൊതുയോഗങ്ങളിൽ പോയിട്ട് പ്രസംഗിച്ചോളണം. വേറെ മാധ്യമ സംവിധാനങ്ങളില്ല. നമ്മൾ വാരികളോ മാസികളോ പുസ്തകങ്ങളോ ഇറക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സർക്കിളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന, വായിക്കപ്പെട്ടിരുന്ന സാഹചര്യം. പൊതുസമൂഹത്തിനിടയിലേക്ക് സമസ്ത എന്ന് പറയുന്ന വെളിച്ചം കാണാൻ അവസരമില്ലാതെ പോയിട്ടുള്ള ഏകദേശം 90 വർഷത്തോളം വരുന്ന കാലം. അവിടെയാണ് സുപ്രഭാതം ദിനപത്രം വരുന്നത്. ആ പത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നു, അതിലൂടെ വാർത്തകൾ വരുന്നു, അത് ചർച്ച ചെയ്യപ്പെടുന്നു. അതിനൊരുപാട് വായനക്കാരും വരിക്കാരും ഉണ്ട് എന്നതല്ല പ്രത്യേകത. അതിൽ ഒരു എഡിറ്റോറിയൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുമാധ്യമങ്ങളിൽ അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? സമസ്തയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, സമസ്തയുടെ നയങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മഹാപ്രസ്ഥാനമാണെന്ന തിരിച്ചറിവിലേക്ക് ഈ സംവിധാനം എത്തിച്ചേരുകയാണ്.